Good afternoon all. Good afternoon. നമ്മുടെ പുതിയ ചാപ്റ്റർ എല്ലാവരും എടുത്തിട്ടുണ്ടോ? നമ്മുടെ ലേബർ റൂമാണ് നമ്മുടെ പുതിയ ചാപ്റ്റർ. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ? അധികം സമയം ഇല്ലാത്ത കാരണം നമുക്ക് എങ്ങനെ ക്ലാസ് തുടങ്ങാം? കുഴപ്പമില്ലല്ലോ, ക്ലാസ് തുടങ്ങാലോ? എന്താ നമ്മുടെ ലേബർ റൂം നിങ്ങൾ എടുത്തു വെക്കുക, എടുക്കാത്തവരൊക്കെ എടുക്കാം. ലേബർ റൂമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എന്താണ് ലേബർ റൂം സർവീസ്? നമുക്കറിയാമേ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരേണ്ട പ്ലേസ് എന്ന് പറയുന്നത് ലേബർ റൂമാണ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് സാധാരണ നമുക്കറിയാം. ലേബർ റൂമില് ബർത്തുമായി ബന്ധപ്പെട്ട ഒരു പ്ലേസ് ആണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. Obstetrics and gynecology service are practiced in almost all of the hospitals where obstetrics deals with the process of childbirth. അതായത് ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്, പ്രസവാനന്തരം അല്ലെ, പ്രസവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസ്, ഗൈനക്കോളജി സർവീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. വേർ ഒബ്സ്റ്ററ്റിക്സ് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. അവിടെ എന്താ പ്രധാനമായിട്ട് നടക്കുന്നത്? കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നോട്ടബിൾ ഫങ്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റേണിറ്റി വാർഡ്സ് ആണ്. അതായത് അവിടുത്തെ കുട്ടികളുടെ ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അവിടെ എന്തൊക്കെയാണ് സാധാരണയായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ റിസീവിംഗ് ഏരിയ, അവിടെ എന്തൊക്കെ ഏരിയ ഉണ്ട്? റിസീവിംഗ് ഏരിയ ഉണ്ട്, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. നമ്മൾക്ക് അറിയാം, ആദ്യം തന്നെ നമ്മൾക്ക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യാനായിട്ടുള്ള നമുക്ക് വെയിറ്റിംഗ് ഏരിയ പോലെ അല്ലെ, റിസീവ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. പിന്നെ ആരോഗ്യം പരിശോധിക്കാനായിട്ടുള്ള ഏരിയ, എക്സാമിനേഷൻ ഏരിയ. പിന്നെ പ്രീ ഡെലിവറി റൂം, നമുക്ക് ഡെലിവറിക്ക് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം. ഡെലിവറി ഓർ ലേബർ റൂം, ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള റൂം. പിന്നെ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം, ഡെലിവറിക്ക് ശേഷം അല്ലെ, പ്രസവത്തിന് ശേഷം നമ്മളെ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ. ഓക്കെ, ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ ലേബർ റൂം ഓൾസോ നെയ്മഡ് ആസ് ദ ബർത്തിങ് യൂണിറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് വേർ ചൈൽഡ് ബർത്ത് ടേക്ക് പ്ലേസ്. അതായത് ലേബർ റൂമിനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടും, അതാണ് ബർത്തിങ് യൂണിറ്റ് എന്നാണ്. ബർത്തിങ് യൂണിറ്റ് ഇതെന്തിനാ സാധാരണയായിട്ട് ഈ റൂമിൽ അറിയപ്പെടുന്നത്? വേർ ചൈൽഡ് ബർത്ത് ടേക്ക് പ്ലേസ്. അവിടെ സാധാരണയായിട്ട് ശിശുക്കളുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആയതുകൊണ്ട് ഇതിനെ ബർത്തിങ് യൂണിറ്റ് എന്ന പേരിലും ലേബർ റൂമിനെ അറിയപ്പെടുന്നു. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വെർസറ്റൈൽ റൂംസ് ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് അവിടെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. അതായത് വെർസറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത്യാവശ്യം നമുക്കറിയാം, ഡെലിവറിക്ക് മുമ്പും ഡെലിവറിയുടെ ടൈമും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വൈവിധ്യമായ പ്രവർത്തനങ്ങളെല്ലാം ആ പ്ലേസിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. വിച്ച് ഗ്രാൻസ് സ്പെഷ്യൽ ഫെസിലിറ്റീസ് അഷ്വറിംഗ് സേഫ് പ്രീ നാച്ചൽ കെയർ, ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാച്ചൽ കെയർ ഫോർ ദ മദേഴ്സ് ആൻഡ് ഇൻഫൻസ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗ്രാൻസ് സ്പെഷ്യൽ ഫെസിലിറ്റീസ്, പ്രധാനമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അല്ലെ, നമുക്ക് സേഫ് ആയിട്ടുള്ള നമുക്ക് സംരക്ഷണം ഉറപ്പുവരുന്നത്. അതായത് ഡെലിവറിക്ക് മുമ്പ് കുട്ടിയുടെ അടക്കമൊക്കെ ചെക്ക് ചെയ്യും അല്ലെ, അതൊക്കെ നോക്കാനായിട്ടുള്ള പ്രീനേഷ്യൽ കെയർ ഉണ്ട്. ഡെലിവറിയുടെ ടൈമിൽ അതിനുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നാച്ചൽ കെയർ, നമുക്ക് ഡെലിവറിക്ക് ശേഷം ആ ടൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം, അല്ലെങ്കിൽ കുട്ടിയെ പെട്ടെന്ന് എടുക്കുന്ന ടൈം, അതോടൊപ്പം തന്നെ പ്രഗ്നന്റ് വുമണിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷനോട് കൂടിയ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അല്ലെ, ചികിത്സാ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ടൈം ഉള്ള ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതാണ് പറയുന്നത് പോസ്റ്റ് നാച്ചൽ കെയർ ഫോർ ദ മദേഴ്സ് ആൻഡ് ഇൻഫൻസ്. അതായത് ശിശുക്കളുടെയും മദേഴ്സ്, അതായത് ഡെലിവറിക്ക് യോഗ്യമായി വരുന്ന മദറിന്റെയും കൂടി ഉള്ള സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളും ഇവിടെ സൗകര്യപ്രദമാക്കുന്നുണ്ട് എന്ന് പറയുന്നു. Okay. A pregnant woman will go to the delivery room when she is in the active phase of labor. അപ്പൊ നമുക്കറിയാം,
സാധാരണ രീതിയിൽ നമുക്കറിയാം പ്രഗ്നന്റ് വുമണ് ശരിക്കും ലേബർ റൂമിലേക്ക് കയറ്റുന്നപ്പോഴാണ് അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഫേസിലെ നമ്മുടെ പെയിൻ ഒക്കെ വന്നു. അവർക്കറിയാം, നഴ്സുമാർക്കൊക്കെ അറിയാം ഇത് ആക്ച്വലി ഇത്രയും ടൈമിനുള്ളിലൊക്കെ അവരുടെ പെയിന് കൂടുതൽ വരുന്ന ആ സമയത്തൊക്കെയാണ് അവർ ലേബർ റൂമിലേക്ക് വരാനായിട്ട് അനുവദിക്കുന്നത്. അപ്പൊ ആ ടൈമിലാണ് സാധാരണയായിട്ട് അവര് ലേബർ റൂമിൽ കയറ്റുന്നതെന്ന് പറയുന്നു. This unit is devised to handle birth for women, minor surgeries and procedures. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ആ ടൈമിൽ എന്താണ് ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും സർജറീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. വലിയ മെയിൻ ഓപ്പറേഷൻ ഒന്നല്ല. ലേബർ റൂമിൽ ചിലപ്പോഴെങ്കിൽ ചിലപ്പോൾ കുട്ടി ഇച്ചിരി കൂടി എന്തെങ്കിലും ഒരു പുറത്തേക്ക് വരാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രൊമാറ്റ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ സർജറീസ് ഒക്കെ ഇതിനോടൊപ്പം ഡെലിവറിയോടൊപ്പം ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ പറയുന്നത്. ഓക്കെ, നാച്ചുറലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് നമ്മൾ സാധാരണയായിട്ട് ലേബർ റൂമില് പ്രീ ഡെലിവറിക്ക് മുമ്പുള്ള സമയവും ഡെലിവറിയുടെ ടൈമും അതിനുശേഷമുള്ള ഒബ്സർവേഷൻ ടൈമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എനിക്കറിയാം നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. നമുക്ക് സമയം കിട്ടുമെന്ന പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് മൺഡേക്ക് ആവുമ്പോഴേക്കും നമ്മുടെ ഈ ക്ലാസ്, അതായത് ലാപ്ടോപ്പിന്റെ ക്ലാസ്സും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടിന്റെയും ക്വസ്റ്റ്യൻസ് തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ടെർമിനോളജിയുടെ കുറച്ച് ഭാഗം കൂടി എടുക്കേണ്ടതായിട്ട് വരും. അത് അന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കും. എനിവേ നോക്കാം. നിങ്ങൾക്ക് എന്തായാലും സമയം കണ്ടെത്താൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോ ഇപ്പോ ഇതുവരെ എടുത്തത് ക്ലിയർ അല്ലേ? ഇതുവരെയും എടുത്തത് ക്ലിയർ ആയിട്ട് പോകുന്നില്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്താൽ എനിക്ക് അതിനനുസരിച്ച് അങ്ങനെ ക്ലാസ് എടുത്ത് പോകാം. കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചോദിച്ചു പോകാം, മെസ്സേജ് അയച്ചു പോകാം. ഓക്കെ, ഞാനിപ്പോ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്? അവിടുത്തെ 3 ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും ലേബർ റൂമിൽ നടക്കുന്ന 2-3 കാര്യങ്ങൾ. അതായത് ഡെലിവറിക്ക് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഒപ്പം തന്നെ ഡെലിവറിയോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു പ്ലേസ് ആണ് എന്ത് ലേബർ റൂം എന്ന് പറയുന്നത്. ഇത് ലേബർ റൂം ഡെലിവറി റിക്കവറി റൂം, അതായത് നമ്മുടെ ഡെലിവറിക്ക് ശേഷം ഉള്ള ഒരു സമയം അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള റൂമാണ് എന്താ LDR എന്ന് പറയുന്നത്. ലേബർ ഡെലിവറി റിക്കവറി റൂമാണ്. ആർ ഇൻചാർജ് ഓഫ് അക്കോമഡേറ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഡെലിവറി, providing maximum assurance and efficient obstacles clear. അതായത് ആ ടൈമിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു ടൈമും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രസവാനന്തരമുള്ള ഈ ടൈം, അതായത് ഡെലിവറിക്ക് ശേഷമുള്ള ഈ ടൈമിൽ ഇവര് മാക്സിമം ഉറപ്പുവരുത്തുന്നത് അവിടെ ഇവര് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെ, കാര്യക്ഷമമായിട്ട് തന്നെ ഈ പേഷ്യന്റിന്, അതായത് നമ്മുടെ ഡെലിവറി ചെയ്തിരിക്കുന്ന വുമണിനെ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. In certain healthcare institutions, LDR also known as the LDRP, അതായത് LDRP സൂട്ട്സ്, ആരോഗ്യ പ്രവർത്തകരോട് കൂടിയിട്ട്. LDRP സൂട്ട്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. അതായത് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഡെലിവറിക്ക് മുമ്പുള്ള വ്യക്തികൾ, ഡെലിവറിക്ക് മുമ്പ് അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ, വാച്ച് ചെയ്യേണ്ടതുണ്ട്, കുട്ടിക്ക് അനക്കമുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഡെലിവറിയുടെ സമയം, പിന്നെ റിക്കവറി, നമ്മുടെ ഡെലിവറിക്ക് ശേഷം അവരെ ഒബ്സർവേഷൻ ശ്രമിക്കേണ്ട കാര്യം. അതിനുശേഷം ആഫ്റ്റർ നമുക്ക് ഈ കുട്ടിക്ക് രോഗിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ എല്ലാവരും കൂടിയ ആരോഗ്യ പ്രവർത്തകരെയാണ് എന്ത് LDRP എന്ന് പറയുന്നത്. It is one of the particular of the obstetrical department that grants all the required clinical facilities with the quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. അതായത് നമുക്കറിയാം ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് എന്താണ് അത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ആവശ്യമുണ്ട്. അതുമാതിരി തന്നെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ, അതുകൊണ്ടുകൂടിയ ക്വാളിറ്റിയോട് കൂടിയ അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ആവശ്യമുണ്ട്. ഇപ്പൊ കുട്ടിയുടെ അനക്കമുണ്ടെന്ന് നിരീക്ഷിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് വേണം. പിന്നെ അത് മാത്രമല്ല, അത് നിരീക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിന് ഒപ്പം പോലെ അതേപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ.
സഫീഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ് ഉണ്ടായിരിക്കണം, കൺസ്യൂമർ പ്ലാന്റ് അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. സാധാരണ നമുക്കറിയാം ഇതെല്ലാം വാച്ച് ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത് ആരാണ്? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരെ. ഹ്യൂമൻ റിസോഴ്സസ് അവരെ നമുക്ക് മൊത്തത്തിൽ പറയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഉണ്ടായിരിക്കും, അവിടെ നമ്മുടെ ലേബർ റൂമിൽ. ക്ലിയർ ആണോ? ലേബർ റൂമിനെ കുറിച്ച് നമ്മളൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനും അതിൽ വരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്താണ് ലൊക്കേഷൻ? ഇനി നമ്മുടെ ലേബർ റൂമിന്റെ ലൊക്കേഷൻ എന്താണെന്ന് പറയാം. ദിസ് സെക്ഷൻ should be located in a convenient but isolated area. അതായത് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള പ്ലേസുകളിൽ ഈ ലേബർ റൂം സെറ്റ് ചെയ്യാം. ബട്ട് ഐസൊലേറ്റഡ് ഏരിയ എന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിച്ച് നിർത്തേണ്ടതല്ല. ആ ലേബർ റൂം എന്ന് പറയുന്നത് ഒരു ചെറിയ കൂടി പ്രൈവസിയും കൂടി ആവശ്യമുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഐസൊലേറ്റഡ് ഏരിയ അല്ലെ. നമുക്ക് എല്ലാവർക്കും കൊച്ചുകുട്ടികളായതുകൊണ്ട് നവജാത ശിശുക്കളൊക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ രോഗങ്ങൾ പിടിക്കാനായിട്ട് സാധ്യതയൊക്കെയുണ്ട്. അപ്പൊ അതൊന്നും പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ തിരിച്ച് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് കൊണ്ട്. The labor room so remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. അതായത് ഇതില് എല്ലാവർക്കും എവിടെയും എന്താ പറയുക എത്തിപ്പെടാൻ പറ്റുന്നത് അല്ലെ. നമുക്ക് ലേബർ റൂം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത്തിരികൂടിയും ലോഡൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതുമാത്രം തന്നെ എന്താണ് പ്രൊവൈഡിങ് പ്രൈവസി, അവർക്കൊരു ചെറിയ സ്വകാര്യതയും കൂടി കൊടുക്കാൻ പറ്റുന്ന അവിടുത്തെ പേഷ്യൻസിന് ഒരു ചെറിയ സ്വകാര്യത കൂടി കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസിലായിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. It should be not far from the operation theatre and the surgical unit while facilitating the movement of the patients, avoiding cross pollutions. അതായത് വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നത് തന്നെ അധികം ദൂരമല്ലാത്ത രീതിയിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ചിലപ്പോൾ നോർമൽ ഡെലിവറി എല്ലാം എങ്കിലും ലേബർ റൂമിൽ ചിലപ്പോണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ആളെ വെക്കേറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസിലായിരിക്കണം നമ്മുടെ ലേബർ റൂം അറേഞ്ച് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് പേഷ്യൻസ് അവോയ്ഡിങ് ക്രോസ് പൊല്യൂഷൻസ്. ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ മലിനമായ പ്ലേസുകളെല്ലാം കവർ ചെയ്തിട്ടെല്ലാം അങ്ങോട്ടേക്കൊക്കെ ക്രോസ് ചെയ്തിട്ടെല്ലാം പോകാനായിട്ട് പറ്റേണ്ടത്. അതായത് നമുക്കറിയാം കുട്ടികളാണെങ്കിലും നവജാത കുട്ടികളായിരിക്കും അതേപോലെ തന്നെ ടൈമിലൊക്കെ ആണെങ്കിലും പേഷ്യൻസ് വളരെ റിസ്ക് ഇത് ചെയ്യേണ്ടത് അല്ലെ ഫേസ് ചെയ്യേണ്ട സമയമായിരിക്കും. അപ്പൊ ആ പൊല്യൂഷനുള്ള പ്ലേസിൽ കൂടെ മലിനമാകുന്ന വായു അതൊക്കെ ശ്വസിച്ചുകൊണ്ടൊക്കെ നമുക്ക് പോകാന്ന് പറയുന്നത് പൊടിപ്പടലങ്ങളൊക്കെ നിറഞ്ഞ ഏരിയയിൽ കൂടെ കവർ ചെയ്ത് പോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ലേബർ റൂം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ലേബർ റൂമിന്റെ ലൊക്കേഷൻ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, നമുക്ക് വായിച്ചു പോയാലും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് പറയുന്നു ഡിസൈൻ. അതിന്റെ ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയാണ്, അതിന്റെ രൂപരേഖ എങ്ങനെയാണെന്ന് പറയുന്നു. ലേബർ റൂം മസ്റ്റ് ബി ഓഫ് ഇനഫ് സൈസ് with a large doors allowing passage of the bed or structure with the attendants. അതായത് അവിടുത്തെ എന്തെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓപ്പറേഷൻ അവിടേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവര് കുട്ടിയെ കൂടി വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അവര് ചിലപ്പോ ആണെങ്കിൽ ലേബർ റൂമിൽ എത്തിപ്പെടാനായിട്ട് വെയിലായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് നാച്ചുറലി ചിലപ്പോൾ സ്ട്രക്ചറിന്റെയോ അല്ലെങ്കിൽ കേസ് വീൽ ചെയറിന്റെ ആവശ്യകത വരാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോറ് വലിയ വലിപ്പം കൂടിയ ലാർജ് സൈസ് ഡോറാണ് അവിടെ ലേബർ റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്. Then the labor room complex should have enough light, power bank, ventilation, triage area, clean utility area, autoclave supplies, and common supplies such as the towels, linens, etc. അതായത് നമുക്കറിയാം ലേബർ റൂമില് കുറെ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് അതായത് സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും
നല്ല വെളിച്ചമുണ്ടായിരിക്കണം, നല്ല പവർ അല്ലെ, നമുക്ക് ഇലക്ട്രോണിക്സും സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പവർ കിട്ടുന്ന പവർ സപ്ലൈയുള്ള ഏരിയ ആയിരിക്കണം. വെന്റിലേഷൻ, എയറൊക്കെ നന്നായിട്ട് പാസേജ് ചെയ്യാൻ പറ്റുന്ന വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഡ്രൈയേജ് ഏരിയ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ഡോക്ടറിനൊക്കെ ഡിസിഷൻ ഒക്കെ എടുക്കാൻ ചെറിയൊരു ഏരിയ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, അതായത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ചെറിയ കാര്യമല്ല അവിടെ നടക്കുന്നത് അല്ലെ, ഒരു ഡെലിവറി നടക്കുന്നു, ഒപ്പം തന്നെ കുട്ടിയെ എത്തിക്കേണ്ടത് എത്തിക്കണം, അതായത് അവരെ കീപ്പ് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ സോണിലേക്കൊക്കെ അല്ലെ, കുട്ടി ചിലപ്പോൾ പുതിയതായിട്ടാണ് അറ്റ്മോസ്ഫിയറിലേക്ക് പടർന്നു വരുന്നത്. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിനോട് കുട്ടിക്കും എത്തപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയ പ്ലേസ് എന്ത് റൂമിൽ അറേഞ്ച് ചെയ്യും. പറയുന്ന എല്ലാത്തിനും ഉപയോഗപ്രദമായ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയസ് അവിടെ ഉണ്ടായിരിക്കണം. ഓട്ടോക്ലേവ് സപ്ലൈസ്, അത് എന്താണ് നമ്മളുടെ എക്യുപ്മെന്റ്സ് അവിടെ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ഇതുകളൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടത് വരും അല്ലെ, ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഓട്ടോക്ലേവ് സപ്ലൈസ്. അതിന് കോമൺ സപ്ലൈസ് സച്ചാസ് ടവൽ ലിനൻസ്. ഇപ്പൊ നമുക്കറിയാം കുട്ടിയെ ആയതുകൊണ്ട് നമുക്ക് തുണി അല്ലെ തുടയ്ക്കുന്നതിനും അല്ലെങ്കിൽ പിടിക്കുന്നതിനൊക്കെ ടവൽസും ലിനൻസും തുണികളൊക്കെ ആവശ്യമാണ്. അതെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻഡ് to block out the sound, ensuring that patients can experience optimal comfort and relaxation. അതായത് അവിടെ നമുക്കറിയാം ആ പ്ലേസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഈ പേഷ്യൻസ് ഇവര് എന്താ പറയുക ഡെലിവറിക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായ കുറെ വികാരങ്ങൾ ഉണ്ടാവില്ല, പെയിൻ ഉണ്ടാവും, ചിലപ്പോ അതിനനുസരിച്ചുള്ള ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനൊപ്പം എന്താണ് പുറത്തു നിന്നൊക്കെ ഭയങ്കര സൗണ്ടിന്റെ ഒക്കെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ എൻഷുറിംഗ് പേഷ്യൻസ് എക്സ്പീരിയൻസ് ഓഫ് കംഫർട്ട് ആൻഡ് റിലാക്സേഷൻ, നല്ലൊരു റിലാക്സേഷൻ മൂഡിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് അതൊക്കെ ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള രൂപകൽപ്പനയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ കുറെ പേഷ്യൻസിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്നുകൂടി ഭേദഗതി ചെയ്ത് ഒരു പ്ലേസ് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫെസിലിറ്റീസ് ഫോർ examination, preparation and observation are also available. അതായത് നമുക്ക് രോഗിയെ പേഷ്യന്റിനെ പരിശോധിക്കേണ്ടതുണ്ടാവും, അതേപോലെ തന്നെ എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ടാവും, ഡെലിവറിക്ക് മുമ്പായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ടാവും. ആൻഡ് ഒബ്സർവേഷൻ, അവരെ നിരീക്ഷിക്കേണ്ടതുണ്ടാവും അല്ലെ, അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പൊ പിന്നെ കൊടുത്തതിന് ശേഷം അവരെ നിരീക്ഷിക്കാനായിട്ടുള്ള ടൈമൊക്കെ വേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ഡെലിവറിക്ക് ശേഷമാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലേസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ് അറേഞ്ച് ചെയ്തിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാൻ, റൂം ഡിസൈൻ ചെയ്യാൻ, രൂപകൽപ്പന ചെയ്യാനെന്ന് പറയുന്നു. ക്ലിയർ ആണോ? നിങ്ങളല്ലേ വലിയ പ്രശ്നമില്ലാതെ എങ്ങനെയാ, നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാമോ? നിങ്ങൾ ലേബർ റൂം കേട്ട് ആകെ അപ്സെറ്റ് മൂഡിലാണ്, ഭയങ്കര റിലാക്സ് ഇതൊന്നും ഇല്ലാതെ എന്താണ് നിങ്ങൾ റിപ്ലൈ തരുന്നില്ല? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഒന്നുകൂടെ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയാറുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണത്? ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. Labor delivery and recovery. Okay, complex can be divided into 3 zones. 3 മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? അൺസ്റ്റെറൈൽ സോണ്, പ്രൊട്ടക്റ്റീവ് സോണ്, ഡെലിവറി സോൺ, അങ്ങനെ 3 മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അൺസ്റ്റെറൈൽ സോണിൽ എന്താ പറയുന്നത് നോക്കാം. കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. അതായത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊന്ന് ലേബർ റൂമിന്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. സാധാരണ രീതിയിൽ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അത് ചിലപ്പോ നമ്മളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും കൂട്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട, ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. അവിടെ അപ്പൊ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. പബ്ലിക് യൂട്ടിലിറ്റി എന്തെങ്കിലും പബ്ലിക്കായിട്ട് എന്തെങ്കിലും ആവശ്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയ്ബേഴ്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ആയിരിക്കും കൂട്ടി. അപ്പൊ അവിടെ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അൺസ്റ്റെറൈൽ സോണ്. പിന്നെ പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോൺ എന്താണ്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. അതായത് പ്രൊട്ടക്റ്റീവ് സോണിൽ എന്താവും? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
അവിടെ നമുക്ക് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ അല്ലെ, നമുക്ക് വേണമെങ്കിൽ ഡെലിവറിക്ക് മുമ്പാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ പ്രീ ലേബർ റൂമിന് മുമ്പ് നമുക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻ പെയിന് വേണ്ടിയിട്ടൊക്കെ തരുന്ന ആ ഒരു പ്ലേസ് അതെല്ലാം അവിടെ സെറ്റ് ചെയ്യും. ദെൻ മെഡിസിൻ സ്റ്റോർ, നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഡ്യൂട്ടി റൂം എല്ലാം കൂടിയും അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലേസ് ആണ് എന്താ പ്രൊട്ടക്റ്റീവ് സോൺ. Then third one, delivery zone. Delivery zone നമുക്കറിയാം അവിടെയാണ് എന്ത് നടക്കുന്നത്, കൺസിസ്റ്റ് ഓഫ് പ്ലേറ്റ് സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. അതായത് നമുക്കറിയാം ഒരു ഓപ്പറേഷൻ തിയേറ്ററൊക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന് കൈ വാഷ് ചെയ്യേണ്ടത്, സ്ക്രബ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡെലിവറി റൂം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ക്ലീൻ സപ്ലൈ, അത് അതായത് എക്യുപ്മെന്റ്സ് ഒക്കെ ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്ന ഇതുണ്ടായിരിക്കണം. ഒപ്പം തന്നെ സ്ക്രബ് സ്റ്റേഷൻ അവർക്ക് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ, ഡോക്ടേഴ്സിനാണെങ്കിലും ചിലപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ വാഷ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, അത് ചെയ്യാനൊക്കെ ഉള്ള പ്ലേസ് ഉണ്ടായിരിക്കണം. ഡെലിവറി റൂം ആ പ്ലേസിൽ തന്നെയാണ് എന്ത് ഡെലിവറി റൂം ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടത്. എവിടെയാണ് ഡെലിവറി സോണിന്. അപ്പൊ 3 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് അൺസ്റ്റെബിൾഡ് സോൺ, സെക്കൻഡ് വൺ പ്രൊട്ടക്റ്റീവ് സോൺ, തേർഡ് വൺ ഡെലിവറി സോൺ. ഡെലിവറി സോണിലാണ് ഡെലിവറി റൂം ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ ഫസ്റ്റ്ലി നമ്മൾ വിസിറ്റ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് അൺസ്റ്റെബിൾഡ് സോണിലാണ്. പ്രൊട്ടക്റ്റീവ് സോണിലാണ് നമ്മുടെ പ്രീ ലേബർ റൂമും മെഡിസിൻസും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതും കുഴപ്പമില്ലല്ലോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അവിടെ സൗകര്യപ്രദമാക്കിയിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, അതായത് അവിടെ എന്താണ് നഴ്സിംഗ് സ്റ്റേഷൻ നമുക്കറിയാം, കുട്ടിയെ നോക്കാനായിട്ടുള്ള നഴ്സുമാരുണ്ടാവും, കുട്ടിയുടെ അമ്മയെ നിരീക്ഷിക്കാനുള്ള നഴ്സുമാരുണ്ടാവും, ഡെലിവറിക്ക് മുമ്പാണെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മൊത്തത്തില് നഴ്സുമാർ അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് മൊത്തത്തില് നഴ്സുമാരൊക്കെ ഉള്ള ഒരു സ്റ്റേഷൻ ഉണ്ടാവും. സൂപ്പർവൈസേഴ്സ് ഓഫീസ്, ഇവരെല്ലാം മേൽനോട്ടം വഹിക്കാനായിട്ടുള്ള സൂപ്പർവൈസർമാരുടെ ഓഫീസ് ഉണ്ടാവും. വെയിറ്റിംഗ് റൂം, നമ്മൾ നേരത്തെ കണ്ട മാതിരി ഡെലിവറിക്കൊക്കെ മുമ്പൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള റൂം ഉണ്ടാവും. സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയാസ് ഉണ്ടാവും. ഡ്യൂട്ടി റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്തിങ് ചേഞ്ചിങ് ഏരിയ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഏരിയ അവിടെ ഉണ്ടാവും. റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻസ്, ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അത്യാവശ്യം നമ്മൾ പറഞ്ഞു, കുട്ടിയുടെ അടക്കം നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ചെറിയ ചെറിയ സർജറി എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ടാവും. മെഡിസിൻസ് ആണെങ്കിൽ ആ ടൈമിൽ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് അവിടെ ഉണ്ടാവും. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, നമുക്കറിയാം ഇപ്പൊ ഒരു ഡെലിവറി കഴിയുമ്പോൾ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ആണെങ്കിൽ അത് അവിടെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, അതായത് ആദ്യം മൊത്തമാക്കാനുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ക്ലിനിക്കൽ ഏരിയാസ്, നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ പ്രഷർ നോക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അല്ലെ ഉണ്ടായിരിക്കേണ്ട പ്ലേസ് ഉണ്ടാവും. ടൈൽഡ് ആൻഡ് ആന്റി സ്കിപ്ഡ് ഫ്ലോറിംഗ്, അവിടെയാണെങ്കിൽ പ്രത്യേകമായിട്ട് ആ ഏരിയ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഏരിയ എന്ന് പറയുമ്പോൾ കുട്ടിയെ വലിച്ചുകൊണ്ടായിരിക്കും ഈ പേഷ്യൻസ് വുമൺ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് സ്കിപ്ഡ് ഫ്ലോറിംഗ്, അതായത് ആന്റി സ്കിപ്ഡ്, തെന്നി വീഴാത്ത ഫ്ലോർ ആയിരിക്കണം, അവിടെ ടൈലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സെൻട്രലി എയർ കണ്ടീഷൻഡ്, അവിടെയൊക്കെ മെയിൻ ആയിട്ട് സെൻട്രലായിട്ടെങ്കിലും എയർ കണ്ടീഷൻ ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് ആ ഫെസിലിറ്റീസ്, അവിടെയുള്ള സൗകര്യങ്ങളുടെ കാര്യങ്ങൾ, ഡെലിവറിയുമായി ലേബർ റൂമിലെ കുറെ സൗകര്യങ്ങളുടെ കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ലാതെ പോകുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. സ്പീഡ് ഉണ്ടെങ്കിലും വായിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാകുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ചു പോകുന്നത്. പക്ഷെ എനിവേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ, നമ്മള് ക്ലിയർ ചെയ്ത് പോകാം. അതായത് നിങ്ങൾ മനസ്സിലാക്കി പോകുമ്പോഴാണ് ഞങ്ങൾക്കും സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ലേബർ വാർഡ്സ്, വാർഡ് പ്രോട്ടോകോൾസ്, ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്താന്ന് നോക്കാം. The protocols for the labor ward offers explicit instruction for managing ward activities, ensuring that the ward operates efficiently and delivers excellent medical care to pregnant women. അതായത് അവിടെ സാധാരണയായിട്ട് അവർക്ക് അവരുടേതായ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവില്ലേ, നമ്മുടെ
ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലിന് അതിൻ്റെതായ ഒരു നിയമാവലി ഉണ്ട്. അപ്പൊ അതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡ് ഓഫ് റെസ്പെക്ട് ഇൻസ്ട്രക്ഷൻസ് ഫോർ മാനേജിങ് വാർഡ് ആക്ടിവിറ്റീസ്, അതായത് കുറെ ഇൻസ്ട്രക്ഷൻസ്, കുറെ നിർദ്ദേശങ്ങള് നമ്മൾക്ക് വാർഡിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം തന്നെ ensuring the ward operates efficiently and delivers excellent medical care to pregnant women. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നന്റ് വുമണിന് നല്ല സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് മസ്റ്റായിട്ട് ഇത്തരത്തിലുള്ള പ്രോട്ടോകോള് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ കൊടുക്കുന്നത്. അതെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദീസ് പ്രോട്ടോകോൾസ് ആർ ഇൻ റിഗാർഡ് ടു എന്താണെന്ന് പറയുന്നു. ഫസ്റ്റ് ആണ് പറയുന്നത് എന്താണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് എൻഹാൻസ് the duties and obligations of administrative and professional responsibility, criteria for admission, traffic control, ward regulations, disaster management, etc. അതായത് നമ്മൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ്, നയങ്ങളും ഭരണപരമായ സംവിധാനങ്ങളെല്ലാം എന്താണ് ഡ്യൂട്ടീസും റെഗുലേഷൻസും അതിൻ്റെതായ കടമകളും അതെല്ലാം ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ professional responsibilities, criteria for admission, traffic control, water regulation, disaster management. അതായത് ഈ ലേബർ റൂമിന്റെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം രോഗിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോ നമ്മൾക്ക് ചില പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ ലേബർ റൂം ആണെങ്കിലും അവർക്ക് അതിൻ്റെതായ പോളിസീസ് ഒക്കെ കീപ്പ് ചെയ്യാനതായിട്ട് വരുന്നതോടനുസരിച്ച് ചിലപ്പോൾ കുട്ടിയുടെ ബർത്തുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് അവരെ നമുക്കറിയാം നമ്മളുടെ കുട്ടിയെ ടൈ ചെയ്തിട്ടാണ് അവരുടെ പേരടക്കം ടൈ ചെയ്തിട്ടാണ് ബർത്ത് ചെയ്യുന്ന കുട്ടിയെ തിരിച്ചറിയാനൊക്കെ ആയിട്ട് അവരപ്പൊ തന്നെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടത്. അതായത് അതൊരു ഇൻസ്ട്രക്ഷൻസ് അവര് ഒരു പ്രോട്ടോകോൾ അവരെ ഇറക്കിയിരിക്കണം. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർക്ക് അതിൻ്റെതായ ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് അതേമാതിരി തന്നെ നമ്മൾ ഈ പേഷ്യൻസിനെ ആളുകൾ കൊണ്ടുവരും. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു വലിയ ഇതൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു, ബിഗ് സൈസ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഒരാളെ എടുക്കുന്ന ടൈമില് നമുക്കറിയാം ഡെലിവറിയുടെ സമയം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഒരു സമയം അത്രയും കൂടെ നിശ്ചയിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പൊ അവിടെയൊന്നും ഒരു ട്രാഫിക് ജാമോ പ്രോബ്ലംസ് ഒന്നും പാടില്ല. അതുകൊണ്ട് തന്നെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവര് നേരത്തെ ഈ പേഷ്യൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പെയിൻ വരുമ്പോൾ നിങ്ങൾ നേരത്തെ പറയണം, ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അവര് മസ്റ്റായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പേഷ്യന്റിന്റെ ഒരു എന്താ പറയുക സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, ട്രാഫിക് കൺട്രോൾ, വാർഡ് റെഗുലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതേമാതിരി തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഇതുകളെല്ലാം ഇപ്പൊ നമുക്ക് ഡെലിവറിക്ക് ശേഷം നമുക്കറിയാം ഒരുപാട് വേസ്റ്റുകളൊക്കെ വരാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഓരോ കണ്ടെയ്നർ കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബോക്സിലൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത്. കാരണം ചിലർക്കൊക്കെ പ്രോബ്ലംസ് പൊല്യൂഷൻ വരാനായിട്ടുള്ള മലിനമാക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസുകളിലൊക്കെ നിക്ഷേപിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് അതെല്ലാം പോളിസി അവര് പറഞ്ഞിരിക്കുന്ന പോളിസി നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ. അതായത് എല്ലാത്തിനും പ്രധാനമായിട്ടും സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ പൊതുവെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അടിച്ചിറക്കിയേക്കുന്നത് എന്നുള്ളത് പറയുന്നത്. ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ് ഇൻ ദ ഡെലിവറി റൂം. അതേമാതിരി തന്നെ റൂമിലും കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് അവിടെ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വേണ്ടി വരുന്നു പറയുന്നുണ്ട്. റേഡിയന്റ് വാമർ, സ്റ്റെബിലൈസർ, ഹോട്ടൽ ഡോപ്ലർ, ഹോട്ടൽ ടോപ്പോ കാർഡിയോഗ്രാഫർ, ടൂൾസ്. അതായത് ഇത്തരം ടൂൾസ് എന്ന് പറയുന്നത് ഇപ്പോ റേഡിയന്റ് വാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നമ്മളുടെ ജനിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഈ അന്തരീക്ഷത്തിനോട് പൊരുത്തപ്പെടേണ്ട ഒരു ആവശ്യകതയാണ്. അപ്പൊ ആ കുട്ടിക്ക് ജനിക്കുമ്പോ തന്നെ ചിലപ്പോ ടെമ്പറേച്ചർ അതിന്റെ ആ താപം അത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇത്തരത്തിലുള്ള റേഡിയന്റ് വാമർ അവിടെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോ കുട്ടിക്ക് പൊരുത്തപ്പെടുന്ന വരേക്കും
ഒരു ചെറിയ ചൂട് സപ്പോർട്ട് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. അല്ലെ, പുതിയൊരു കുട്ടിയാണ്, അത് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാച്ചുറലിലുള്ള അറ്റ്മോസ്ഫിയർ അതുമായിട്ട് പൊരുത്തപ്പെടുന്നവരിലേക്കും റൂമില് എന്താണ് റേഡിയന്റ് വാമർ ഉണ്ടായിരിക്കണം, സ്റ്റെറിലൈസ്. നമുക്കറിയാം എപ്പോഴും അണുവിമുക്തമായ എല്ലാ സാധനങ്ങളും മാത്രമേ എപ്പോഴും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെ, നമുക്ക് കൊച്ചുകുട്ടിയൊക്കെ ആവുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യേണ്ട സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഇത് എപ്പോഴും അണുവിമുക്തമാക്കിയിരിക്കണം. ഡോപ്ലർ, അതായത് നമുക്കറിയാം കുട്ടി ജനിക്കുന്നതിന് മുമ്പൊക്കെ നമ്മള് ഡോക്ടേഴ്സ് ഇങ്ങനെ കുട്ടിക്ക് അനക്കമുണ്ടോ എന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കും. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വുമണ് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അല്ലെ, കുട്ടിയുടെ അനക്കം എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോഴൊക്കെ അറിയാനേ പറ്റുള്ളൂ. നാച്ചുറലി ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു മെഷീനാണ് എന്റെ ഡോക്ടർ എന്ന് പറയുന്നത്. അതൊരു മെഷീൻ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഡെലിവറിക്ക് മുമ്പ് ഈ കുട്ടിക്ക് അനക്കമുണ്ടോ, ഇത് അടുത്ത ടൈമിലൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടൽ ഡോപ്ലർ അവിടെ ഉണ്ടായിരിക്കണം. ഹോട്ടൽ ഡോക്കോ കാർഡിയോഗ്രാഫ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ച് ജനിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവരുടെ ഹേർട്ടിന്റെ പൊസിഷനൊക്കെ അറിയേണ്ടതുണ്ട്. അവരുടെ ശ്വാസം വലിച്ചെടുക്കുന്നതൊക്കെ അതിനനുസരിച്ച് അവരുടെ ഹേർട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്സിജനൊക്കെ കൃത്യമായിട്ട് വലിച്ചെടുക്കാനായിട്ട് കുട്ടിക്ക് നമ്മൾ പറയില്ലേ ഡെലിവറി കഴിയുമ്പോൾ തന്നെ പൊക്കിൾക്കൊടിയിൽ നിന്ന് മാറി കുട്ടി പുറത്തേക്ക് വരുന്ന ടൈമിൽ തന്നെ ഒരു കരച്ചിലോട് കൂടിയാണ് അത് ഓക്സിജൻ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. അല്ലെ, ആ ടൈമിൽ തന്നെ ഈ കുട്ടി സ്വന്തമായിട്ട് തന്നെയാണ് ശ്വാസം വലിച്ചെടുക്കുന്നതും അതിന്റെ വർക്കിങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ തിരിച്ചറിയാനായിട്ട് ഡെലിവറിക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള മെഷീൻസും അവിടെ ഡെലിവറി റൂമിൽ ഉണ്ടായിരിക്കണം. These tools and accessories need to be cleaned, set aside and dried after each use. അതായത് ഇങ്ങനത്തെ ടൂളുകൾ ഉപയോഗിക്കുന്ന ഈ ടൂൾ എന്ന് പറയുന്നത് അത് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ഒരു സൈഡുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്യണം. അതിന്റെ ഡ്രൈഡ് ആഫ്റ്റർ ഈച്ച് യൂസ്, ഓരോ യൂസിന് ശേഷം അത് ഉണക്കി അത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. Okay, all labor room equipments must be in a good functioning order and be prepared for usage according to staff. അതായത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ എല്ലാ എക്യുപ്മെന്റ്സുകളെല്ലാം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ, ഫുള്ളി അത് വർക്കിംഗ് ആണോ, നല്ല ഗുഡ് കണ്ടീഷൻ ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ റീപ്ലേസ് ചെയ്യാത്തതാണ്, റിപ്പയർ ചെയ്യേണ്ടതാണെങ്കിൽ ഓക്കെ റിപ്പയർ ചെയ്യാം. ചിലതൊക്കെ നമുക്ക് ഉപയോഗശൂന്യമായിട്ട് മറ്റൊന്നും പുതിയത് മേടിക്കേണ്ടതൊക്കെ അല്ലെ അവിടെ യൂസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അത് ഉപയോഗിക്കാനായിട്ടും ഇവര് ശ്രമിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇവർക്കെല്ലാം ട്രെയിനിങ് കൂടി കൊടുക്കേണ്ടത്. ഗുഡ് ഫങ്ഷനിങ് ഓർഡർ ആൻഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ യൂസേജ് അക്കോർഡിംഗ് ടു സ്റ്റാഫിന് അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കൂടി യൂസേജ് ചെയ്യാനായിട്ടും കൂടിയുള്ള ഒരു ട്രെയിനിങ് അല്ലെ. ചില അവിടെ ലേബർ റൂമില് അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. എക്യുപ്മെന്റ്സ് മാത്രം പോരാ, ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഇതെല്ലാം എന്താണ് പറയുന്നത്, ലേബർ വാർഡ് പ്രോട്ടോകോൾസ്, അവിടെ ഉണ്ടായിരിക്കേണ്ട കുറെ നിയമങ്ങളും എന്താ പറയുക നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ടൂൾസുകളുടെ കാര്യമാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എങ്ങനെയാ ബോറായോ നിങ്ങൾക്ക്? വലിയ പ്രശ്നമില്ലാത്ത ഒരു സംഭവം അല്ലേ, നമുക്ക് കേട്ടിരുന്നാലും മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യമുണ്ട്. പിന്നെ കുറച്ച് 2-3 ടൂളിന്റെ കാര്യമാണ് അഡീഷണൽ ആയിട്ട് പറഞ്ഞത്. ഒന്ന് ചൂട് കൊടുക്കാനുള്ളത്, മറ്റൊന്ന് നിങ്ങൾക്കറിയാം പിന്നെ കുട്ടിയുടെ അനക്കം നിരീക്ഷിക്കാനായിട്ടുള്ളത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ ചലനവുമായി ബന്ധപ്പെട്ട ഉള്ള കാർഡിയോഗ്രാഫ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യം. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചതിന് പ്രശ്നമില്ല കേട്ടോ, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ നമുക്ക് നോക്കാം മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. അതായത് അവിടെ എന്തൊക്കെയാണ് മെഷർമെന്റുകൾ, എന്തൊക്കെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരിക്കണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കണക്കുകൂട്ടലുകൾ ഉണ്ടാക്കാൻ നോക്കാം. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. അതായത് ഇപ്പോ അവർക്ക് നമുക്കറിയാലോ സൂപ്പർവൈസർമാരും നഴ്സുമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതാണ്, അവരവരുടെ കാര്യങ്ങളൊക്കെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മുടെ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ എന്താണ് ഒരു മെഷർമെന്റ് അല്ലെ, ഒരു കാൽക്കുലേഷനോട് കൂടിയിട്ടാണ് അതൊക്കെ നടത്തുന്നത്. പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. നമുക്കറിയാം
ഇതുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ്. ഇൻ കേസ് നമുക്കറിയാം ഒരു പേഷ്യന്റ് ഡെലിവറിക്ക് വരുന്ന പേഷ്യൻസ് അവർക്ക് ചിലപ്പോ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചവരാകാം. അപ്പൊ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായ ഒരു ട്രെയിനിങ് കൊടുക്കുക. ഇൻ കേസ് അതിനുശേഷമായിരിക്കും നെക്സ്റ്റ് എന്താ പറയുക ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു പേഷ്യന്റ് ഉണ്ട്. അപ്പൊ അവരെ ഇതുമായിട്ട് ഒരു സെപ്പറേഷൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുള്ള ട്രെയിനിങ് ഒക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും സ്റ്റാഫിന്. അതെല്ലാം നിങ്ങൾ അവർ മെഷർ ചെയ്തിരിക്കണം. ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. അവിടെ ഉപയോഗിക്കുന്ന ഒരു നവജാത ശിശു ആയതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അതെല്ലാം തന്നെ എന്താണ് ക്ലീനും വൃത്തിയുള്ളതും, അതായത് നനഞ്ഞതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, നല്ല രീതിയിൽ ഈർപ്പരഹിതമായിട്ടുമായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. തന്നെ BP has to be accessible. എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മുൻകൂട്ടി ധരിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. Then training for employees on general and particular practices. എല്ലാ വ്യക്തികൾക്കും അവിടെ പോകുന്ന എംപ്ലോയീസിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെ. ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ ടൂൾസ് ആണെങ്കിൽ ടൂൾസ് ഉപയോഗിക്കാൻ നമുക്കറിയാം. ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം മസ്റ്റ് ആയിട്ട് അവിടെ കയറേണ്ടത് അല്ലെ. നഴ്സുമാരൊക്കെ കുട്ടിയെ എടുക്കാനും അവരെ എന്താ പറയുക ക്ലീൻ ചെയ്തെടുക്കാനും എല്ലാത്തിനും പ്രാക്ടീസ് ഉള്ള വ്യക്തികളായിരിക്കണം അവിടെ വർക്ക് ചെയ്യേണ്ടത്. അതാണ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് particular practice. Infection patients should be admitted in accordance with the hospital protocols. നേരത്തെ പറഞ്ഞ തന്നെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രോട്ടോകോൾസ് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നോൺ ഫിറ്റിംഗ് ക്ലോസ് ടൂൾസ് ആൻഡ് വേസ്റ്റ് നീഡ് ടു ബി ട്രീറ്റഡ് ആസ് കൺടാമിനേറ്റഡ് ആൻഡ് ഹാൻഡിൽഡ് കെയർഫുള്ളി. നമുക്ക് അറിയാം ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ ഷാർപ്പണായിട്ടുള്ള ടൂൾസുകളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടത് വരും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച വേണം ഉപയോഗിക്കാനായിട്ട്. ഇൻ കേസ് അതൊക്കെ വേസ്റ്റില് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ വേസ്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് അവർക്ക് ലേബിൾ ചെയ്തിരിക്കുന്ന കണ്ടാമിനേറ്റഡ് ആണെന്നുള്ള വസ്തുവാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഹസാർഡ് ലേബിൾ ചെയ്തിരിക്കുന്ന ഒരു കണ്ടെയ്നേഴ്സിലൊക്കെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. Then instruments and other supplies are cleaned, sterilized and processed. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഉപകരണങ്ങളായിരിക്കും, ചിലപ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷാർപ്പണായിട്ടുള്ള വസ്തുക്കളായിരിക്കും. ഇനി എന്ത് തന്നെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും അവിടെ അതെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെ അളവുബദ്ധമായിട്ടുള്ള വസ്തുക്കളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. Then a patient should be provided with the sterile box. അതായത് പേഷ്യന്റ് ആണെങ്കിലും അവര് വൃത്തിയുള്ളതും സ്റ്റെറിലൈസ് ചെയ്ത റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ ആയിരിക്കണം അവരും യൂസ് ചെയ്യേണ്ടത്, അതായത് പേഷ്യൻസും യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്താ പറയുക എവല്യൂഷൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. അതായത് ഇവരുടെ നമ്മുടെ രോഗികളുടെ മാത്രമല്ല നമ്മളുടെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടത്. ഒപ്പം തന്നെ ഇപ്പൊ നഴ്സുമാരും ഭയങ്കര എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പിടിച്ചവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതേമാതിരി തന്നെ അവരിൽ നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലും അസുഖം പിടിക്കുക, അതേപോലെ തന്നെ നവജാത ശിശുക്കൾക്കും എന്തെങ്കിലും അസുഖങ്ങൾ വരാമോ എന്ന് വളരെയധികം പരിഗണിക്കേണ്ട ഒരു മാറ്റർ തന്നെയാണ്. അതുകൊണ്ട് അത് വിലയിരുത്തണമെന്നാണ് പറയുന്നത്. എവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. എംപ്ലോയീസിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മാറ്റർ തന്നെയാണെന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ് ലേബർ റൂമിലെ ഓരോ കാര്യങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ മുൻകൂട്ടി കണക്കുകൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പേഷ്യൻസ് ഇപ്പൊ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അസുഖമാണ് എങ്കിലും നമുക്ക് ആ വ്യക്തിയെ കയറ്റാൻ പറ്റില്ല. അവിടെ ആ വ്യക്തിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നവജാത ശിശുക്കൾക്കൊക്കെ അസുഖങ്ങൾ കേൾപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യണം. ടൂൾസിന്റെ കാര്യമാണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുടെ കാര്യമാണെങ്കിലും അതേമാതിരി തന്നെ ഷാർപ്പണായിട്ടുള്ള വസ്തുക്കളാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബോക്സിലാണ് ബിൻ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ സ്റ്റാഫ് ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളാം. Fitting both the clothing tools. Okay, അതേമാതിരി തന്നെ നമ്മള് clothing tools, all fitting clothing tools.
അതായത് ഇതില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ചിലപ്പോ ചെറിയ ഷാർപ്പനായിട്ടുള്ള വസ്തുക്കളായിരിക്കും അവർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതെ, നോൺ ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെ, അപ്പൊ അത് ആ ഡ്രസ്സിനോട് കൂടി തന്നെ ചെന്ന് അവരത് കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിനുള്ള പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ടേബിള് സെറ്റ് ചെയ്യണതിനൊപ്പം ഇത്തരം സാധനങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസിന്റെ ആ ടേബിളിനോടൊപ്പം തന്നെയാണ് ഇതുവരെയൊക്കെ അത് കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അത്രയും കൃത്യമായ ടൈമിംഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ്, അതായത് നമുക്ക് ഇന്ന ഷാർപ്പൻ വസ്തുവാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ പെട്ടെന്ന് പുഷ് ചെയ്തെടുക്കാനായിട്ട് ഇന്ന സാധനം ആ ടൈമിൽ തന്നെ വേണം. അപ്പൊ അതിനും വലിയ അറേഞ്ചോട് കൂടിയിട്ടുള്ള ടൂൾസ് ആയിരിക്കും. അവർ ആ ഡ്രസ്സിനോട് ചേർന്ന്, ഡോക്ടേഴ്സിന്റെ ഡ്രസ്സിനോട് ചേർന്ന് ഇതുകൾ ഉണ്ടാവും. ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്ലേസുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നഴ്സുമാരെ എന്തെങ്കിലും ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. എന്താണ് നമ്മുടെ ലേബർ റൂമിലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞതേ തന്നെ കുറെ മാറ്റേഴ്സ് തന്നെയാണ് ഇവിടെ കുറെ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതായത് അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്നതാണ് ലേബർ റൂമിന്റെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് വീണ്ടും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ വീണ്ടും പറയുന്നത്. അതായത് അവിടെ എന്തൊക്കെയാണ് ഹാൻഡ് വാഷിംഗ് ഉണ്ടാവുക, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, then proper disposal, biomedical waste, proper handling sharp objects, sterilization and disinfection of the items used, processing of used equipment, then sustaining a clean and aesthetic environment. അതായത് ഇതില് പ്രധാനമായിട്ടും വീണ്ടും പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് പ്ലേസിനുള്ളത്. അതുകൊണ്ട് അപ്പൊ ഹാൻഡ് ഒക്കെ എപ്പോഴും വാഷ് ചെയ്യണം. ഡോക്ടേഴ്സ് ആണെങ്കിലും പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ അവർ ക്ലീൻ ആയിരിക്കണം അല്ലെ. കുട്ടിയെ എടുക്കുമ്പോഴും അതിനുശേഷം ബോഡിയെ എടുത്ത് കൊടുത്തു പെട്ടെന്ന് തന്നെ രോഗിയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വീണ്ടും കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഹാൻഡൊക്കെ വാഷ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് അതിനുള്ള പ്ലേസും സൗകര്യമൊക്കെ ആ മൊമെന്റിൽ തന്നെ അവിടെയൊക്കെ ഉണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അതിനൊക്കെ മുൻകരുതലോട് കൂടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് മുൻകരുതലുകൾ ഉണ്ടായിരിക്കണം. വേറെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അവർ ധരിക്കേണ്ടത് എപ്പോഴും സംരക്ഷണത്തോട് കൂടിയിട്ടുള്ള ക്ലോത്തിങ് ആയിരിക്കണം അവിടെ ധരിക്കേണ്ടത്. പ്രോപ്പർ ഡിസ്പോസ് ബയോമെഡിക്കൽ, നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ അവിടെയുള്ള വേസ്റ്റുകളെല്ലാം കൃത്യമായി തന്നെ ഡിസ്പോസ് ചെയ്യണം. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്റ്റീവ്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഷാർപ്പ് ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പൊ ഒരു ഡോക്ടർ നഴ്സുമാരൊക്കെ കൂടിയാണ് എന്താണ് നമ്മുടെ ഡെലിവറി ടൈമിൽ ഉണ്ടാവുക. അപ്പൊ ഈ സാധനങ്ങൾ ചിലപ്പോൾ ഡോക്ടർ ആവശ്യപ്പെടുന്ന ടൈമിൽ അവിടെ എത്തണം. അതേസമയം അതിനുശേഷം അപ്പൊ തന്നെ ഡോക്ടറിൽ നിന്ന് വീണ്ടും അത് റിസീവ് ചെയ്യണം. പിന്നെ ഡോക്ടർക്ക് അത് കൈ വാഷ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം. അപ്പൊ എല്ലാം ടൈം ടു ടൈമിലായിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഒരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. കുട്ടി പുറത്തേക്ക് വന്ന് കുട്ടി ശ്വാസം എടുക്കുന്ന ആ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ പേഷ്യന്റിനും പ്രധാനപ്പെട്ട ടൈമാണ്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ടൈം ആയതുകൊണ്ടാണ് നമ്മളെല്ലാം കെയർഫുൾ ആയിരിക്കണം. അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മുൻകരുതലുകൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിംഗ് ഓഫ് ഐറ്റംസ് യൂസ്ഡ്, അവിടെ എപ്പോഴും ഉപയോഗിക്കേണ്ടത് എന്താണ്, അണുവിമുക്തമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്, ചിലപ്പോൾ എക്യുപ്മെന്റ്സുകൾ വെച്ചിട്ടായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടായിരിക്കണം. സസ്റ്റൈനിങ് ക്ലീൻ ആൻഡ് ആസ്പെക്റ്റീവ് എൻവയൺമെന്റ്, അതായത് നമുക്കറിയാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും പഠിക്കാതെ ചെറിയൊരു മുറിവൊക്കെ ഇവിടെ ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഒരു ടൈമിലൊക്കെ. അപ്പൊ ആ ചെറിയ മുറിവിനൊരു ചെറിയ തുന്നലൊക്കെ ആവശ്യം വരും. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്ത തരത്തിലുള്ള നമ്മുടെ മുറിവ് ഉണങ്ങണം അല്ലെ. ആ മുറിവൊന്നും പഴുത്തു പോകാനൊന്നും പാടില്ല. അത്തരത്തിലുള്ള രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ്, മുൻകൂട്ടി കാണേണ്ട പ്രധാനപ്പെട്ട പ്രിക്കോഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഓരായിട്ട് തോന്നുന്നുണ്ടോ? എന്തായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത്രയും കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. കാരണം
നമുക്ക് ഇനിയും നമ്മുടെ പ്രൊഫഷൻ രീതിയിൽ ബാലൻസ് എടുക്കാനുണ്ട്. അപ്പം ടെർമിനോളജി കൂടി കുറച്ച് നമുക്ക് നോക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ സെക്രട്ടറിയും കൂടി കൂടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സമയത്തിനുള്ള തീർക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ പറയാ 3 month കൂടുമ്പോൾ ഒരു എക്സാം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ചോദിക്കാട്ടോ. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ഇതിലെന്താ പറയുന്നതെന്ന് നോക്കാം. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് എന്നുള്ള ഒരു ഇത് നോക്കാം. എന്താണ് സം ഓഫ് ദ ജനറൽ റൂൾസ് ഓഫ് ക്ലീനിങ് ആണ്. സാധാരണ രീതിയിൽ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ. ക്ലീൻ ചെയ്യാനായിട്ടാണെങ്കിലും കുറച്ച് റൂൾസ് ആണ് എടുക്കാം, റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. Any equipments brought into the labor room from outside must be wiped and cleaned. ഇപ്പൊ നമ്മൾ പുറത്തുനിന്നാണെങ്കിലും അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മൾക്ക് ഇത്രയും സാധനങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇൻ കേസ് നമുക്ക് പുറത്തുനിന്ന് ഒരു സംഭവം വേണ്ടി വരികയാണെങ്കിൽ ചില എക്യുപ്മെന്റ്സ് പേഷ്യൻസിനെ വെച്ചിട്ട് ചില എക്യുപ്മെന്റ്സും കൂടി ആവശ്യമാണെന്ന് ഡോക്ടറിനെ തീരുമാനിക്കാനും സാധിക്കും. അപ്പൊ അവര് അത് ആവശ്യപ്പെടുമ്പോൾ മസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യണം, ആ മെഷീൻ എന്നൊക്കെ പറയുന്ന ആ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. അതേമാതിരി തന്നെ അതിന്റെ ഇതൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് വേണം അത് ലേബർ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട്. അഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്, മതിയായ ക്ലീനിങ് പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്. ഡാമേജ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എനിക്ക് വെച്ച് തോന്നുന്നത്, അതായത് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഹെഡ്ലൈൻ വെച്ചിട്ട് പറഞ്ഞ മാറ്റർ തന്നെയാണ് സെക്കൻഡിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതിന്റെ ആ ഒരു പ്രാധാന്യത്തെ വെച്ചുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ബോഡി ഫൈൻഡ് ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്ലി. ഇനിയിപ്പോ നമുക്ക് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളിലെല്ലാം എന്തെങ്കിലും ബോഡിയിലെ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡോ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റെയിൻഡ് പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. എപ്പോഴും നമ്മൾ തുടയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും പുതിയ ടെക്നിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അഡോപ്റ്റ് ചെയ്ത് അവിടെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. കാരണം അണുക്കൾ അവിടെ പാടില്ല എന്നാണ് മസ്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത്. കുട്ടി പുറത്ത് വരുമ്പോൾ ഒരു പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് വരണേക്ക് മുമ്പ് കുട്ടിക്ക് അസുഖം വരാനായിട്ട് സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണത്. എക്സാമിൻ ഏരിയാസ് ഫോർ സീപ്പേജ് ഫോർ ഏരിയ അതർ ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും ഈ ലേബർ റൂമിന്റെ ഏതെങ്കിലും ഏരിയാസിലൊക്കെ എന്തെങ്കിലും അതൊക്കെ പ്രസരിക്കാനുള്ള സാധ്യത അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ്. ഇപ്പൊ നമുക്ക് ആ ടേബിളിൽ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടോ ഒരു രോഗി പോയപ്പോൾ, അല്ലെങ്കിൽ ആ റൂമിന്റെ ഏതെങ്കിലും പ്ലേസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ്, ആ ഇഷ്യൂസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യണം, ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവരി ഡെലിവറി. അതായത് ഓരോ ഡെലിവറിക്ക് ശേഷം തന്നെ എന്താണ് നമ്മള് ടേബിള് വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഡിസ്ഇൻഫെക്ടിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ മാറ്റി വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നഴ്സുമാര് ഇപ്പൊ നമ്മളൊരു ഡ്യൂട്ടിക്ക് ഇട്ടു, പക്ഷെ ഇൻ കേസ് അവർക്ക് അസുഖം വന്നത് കൊണ്ട് നമ്മൾ അവരെ മാറ്റേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ ആ ഒരു പ്രോട്ടോകോളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് പിന്നീടുള്ള രീതി അനുസരിച്ച് ഫോളോ ചെയ്യണം. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത്, ലേബർ റൂം ആൻഡ് കണക്ടിങ് പാസേജ് ഷുഡ് ബി ക്ലീൻഡ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. നമ്മുടെ ഈ പാസേജിങ് ഏരിയ അല്ലെ, നമ്മുടെ ലേബർ റൂമിന്റെ ആ പാസേജ് ഏരിയ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ തന്നെ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ഇതെന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അവര് ഹോസ്പിറ്റലുകാര് അവര് ക്ലീൻ ചെയ്യണം. സോളിഡ് ഏരിയാസ് ആൻഡ് ക്ലീനിങ് ഓഫ് വില്ലേജ് ഷുഡ് ബി ഡൺ അറ്റ് ദ ഏർലിയസ്റ്റ് ടൈം പോസിബിൾ. അതായത് ഏതെങ്കിലും ടൈമില് നമുക്ക് സ്പില്ലേജുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് സ്പില്ലേജ് വേസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചോർച്ച വരാനായിട്ട് കെമിക്കൽ ആയിരിക്കാം,
മെർക്കുറി ഒക്കെ അങ്ങനെ എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും ഫ്ലൂയിഡിന്റെയോ ബ്ലഡിന്റെ എന്തെങ്കിലുമൊക്കെ ചോർച്ചകളൊക്കെ വരുന്നുണ്ട് ആ ഭാഗമൊക്കെ പ്രത്യേകമായിട്ട് തന്നെ തിരിച്ചിട്ട് പ്രത്യേകമായ രീതിയിൽ ക്ലീൻ ചെയ്യണം. ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ഓഫ് ദ ലേബർ റൂം മസ്റ്റ് ബി ഡൺ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്ത്. അറ്റ്ലീസ്റ്റ് ഒരു മാസത്തില് 2 പ്രാവശ്യമെങ്കിലും അല്ലെ 2 പ്രാവശ്യമെങ്കിലും ആ പ്ലേസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കറിയാം അതിന്റെ ടേബിളൊക്കെ വാഷ് ചെയ്യുന്നതൊക്കെ മസ്റ്റ് ആണ്. കാരണം ഓരോ പേഷ്യൻസിന് കഴിഞ്ഞിട്ട് അതിൻ്റെതായ കുറെ ഫ്ലൂയിഡും ബ്ലഡും എല്ലാം കൂടി വന്നു പോയിട്ടുണ്ടാവും. ക്ലീൻ ചെയ്തൊക്കെ പോകുന്നുണ്ടാവും. നെക്സ്റ്റ് ഒരു പേഷ്യന്റിനെ കയറ്റുന്നുണ്ടാവും. അത് വാഷ് ഔട്ടൊക്കെ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഈ ലേബർ റൂമിന്റെ എല്ലാ പ്ലേസുകളും മസ്റ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ക്ലിയർ ആണോ? എന്നെടുത്തത് നമ്മൾ 2-3 പേജുകളാണെങ്കിലും അത്യാവശ്യം നമുക്ക് വായിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. നിങ്ങൾ ഇത്തിരി എന്താ പറയുക സ്പീഡിലോ 1-2-3 പേജ് അങ്ങനെ എടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നതിൽ കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കി പോവുക. അതായത് അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വെറുതെ നമ്മള് എന്താ പറയാ എന്തായാലും പഠിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കാം. കുറച്ച് ടൈം തരാം. ഡൗട്ട് എന്തായാലും ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇതൊന്നും നമ്മൾക്ക് നെക്സ്റ്റ് ടൈമില് നമുക്ക് കുറച്ചുകൂടി ഉണ്ട്. അത് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ എടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തുടങ്ങിയാണ് നമുക്ക് എടുക്കാനുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് തരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു ചെറിയ ഭാഗമാണല്ലോ. അപ്പോ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറെ സമയം എടുക്കരുത് നിങ്ങള്. കാരണം എനിക്ക് ടെർമിനോളജിയുടെയും കൂടി എടുത്ത് തീർക്കാനുണ്ട്. അഥവാ ടെർമിനോളജിക്ക് ശേഷം കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. കുറച്ചും കൂടി എടുക്കാനുണ്ട്. അപ്പൊ ഇതുവരേക്കുള്ള ഡൗട്ടുകൾ നിങ്ങൾ നോക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഭയങ്കര സൈലന്റ് ആണോ? അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത ക്ലാസ് ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടാണോ? അതോ എക്സാം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പേടിച്ചിരിക്കുകയാണോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു നോക്കിയാൽ മതി. അത്യാവശ്യം ആരും ഡൗട്ടൊന്നും പറയാനില്ല. ഞാൻ ഇന്നത്തെ ഭാഗം കൂടി എടുത്തേക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്
3 മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട്. പറയുന്നുണ്ട് നോക്കാം. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പറയുന്നത് എന്താ നോക്കാം. അതിന്റെ കൺട്രോൾ ചെയ്യാൻ അല്ലെ, ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഒരുപാട് പ്രോട്ടോകോൾസ് പറയുന്നുണ്ട്. ലേബർ വാർഡില് ഒരു നിശ്ചിത രീതിയിലുള്ള ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു നടപടിക്രമം ഉണ്ടല്ലോ, ആ പ്രോട്ടോകോൾസുകൾ ഉണ്ടാവും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോകോൾസ് ഫോർ ലേബർ വാർഡ് ഓഫർ എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ മാനേജിങ് വാർഡ് ആക്ടിവിറ്റീസ്. അതായത് ആ വാർഡില് ആക്ടിവിറ്റീസ്, ആ വാർഡിലുള്ള പേഷ്യൻസിനെ ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ ആക്ച്വലി ഇവർക്ക് ഇപ്പൊ നമുക്കറിയാലോ, ഓരോ ടൈമിന്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് പെയിൻ വരുന്നു, പെയിനിന് ശേഷമാണ് അവർ അവിടേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് അവർ ചെയ്യേണ്ടത്. നഴ്സുമാർക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെതായ മാനേജിങ് കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിക്കുന്നത്. എൻഷുറിംഗ് വാർഡ് ഓപ്പറേറ്റ്സ് എഫക്റ്റീവ്ലി ആൻഡ് ഡെലിവേഴ്സ് എക്സലന്റ് മെഡിക്കൽ കെയർ പ്രൊവൈഡ്. അപ്പൊ ഓരോ വുമൻസിനെയും നമ്മൾ കെയർ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഉറപ്പ് വരുത്തുന്നത്. നിങ്ങൾക്ക് അല്ലെ, അവർക്കൊരു സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം ഒരു അഡ്വൈസിന്റെ കൂടി ആവശ്യമുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം പെയിൻ വന്നാലും നമുക്ക് പറ്റാവുന്ന തരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത്ര പെയിൻ നമുക്ക് വരുള്ളൂ എന്നൊക്കെയുള്ള ഒരു അഡ്വൈസും കൂടി നമ്മൾ കൊടുക്കേണ്ടതൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇത് വുമണിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. പെയിൻ വരുമ്പോ എല്ലാവർക്കും പേടിയാണ്, എന്താണാവോ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ അവര് കൃത്യമായിട്ട് അതനുസരിച്ച് ഉറപ്പ് വരുത്താണ് കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവർക്ക് ഉറപ്പ് വരുത്തണം. ദീസ് പ്രോട്ടോകോൾസ് ആർ റിഗാർഡഡ് ടു, ഇതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് administration and policies enhance the duties and obligations are administrative. ഇപ്പൊ ഇതിൽ ഫസ്റ്റ്ലി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ വുമണുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിന് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രോട്ടോകോൾ ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ ഈ പേഷ്യന്റിനെ കയറ്റുമ്പോൾ ഇൻ കേസ് പേഷ്യന്റിന് ഓക്കെയാണ്, പ്രോബ്ലം ഒന്നും ഇല്ല, നമ്മളൊക്കെ ഉറപ്പ് വരുത്തുന്നത്. ഇൻ കേസ് പക്ഷേ സംതിങ് എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഹോസ്പിറ്റലുകാർ മസ്റ്റായിട്ട് അത് അവരോട് ഇൻഫോം ചെയ്യേണ്ടതൊക്കെ വരും അല്ലെ. ആരോടാണോ ബന്ധപ്പെടേണ്ടത് അവർക്ക് റിപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടത് വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രൊഫഷണലി റെസ്പോൺസിബിലിറ്റീസിനോട് അവര് കൃത്യമായ മറുപടികളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് കൊണ്ടാണ് ഇതില് അതിൻ്റെതായ ഡ്യൂട്ടീസും കടമകളും ചുമതലകളൊക്കെ ഉണ്ടാവും. ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, അപ്പൊ അതിവരുടെ കൃത്യമായിട്ടുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയകളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ട്രാഫിക് കൺട്രോൾ ഇൻ കേസ് ഇവരെ കൊണ്ടുപോകുമ്പോൾ പാസേജ് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായ രീതിയിലുള്ള പാസേജാണ് കൊടുക്കേണ്ടത്. സ്ട്രക്ചറിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ വീൽ ചെയറൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ വാർഡ് റെഗുലേഷൻസ്, വാർഡിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് നിയമചട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇവരുടെ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ്. അങ്ങനെ എല്ലാത്തിനും ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ ഇവരെ അഡ്മിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്തിട്ട് ഇവരെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഓപ്പറേഷന് വിധേയമാവുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ടൊക്കെ സൈൻ ചെയ്തിരിക്കും. എന്തുകൊണ്ടത് ഇൻ കേസ് സംതിങ് എന്തെങ്കിലും സംഭവിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ടുള്ള ചുമതലകളൊക്കെ അവർക്ക് നേരത്തെ കൂട്ടി മുൻകൂട്ടി തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രോഗിക്ക് ഓൾറെഡി അവർക്ക് അതിനനുസരിച്ചുള്ള അഡ്വൈസ് കൊടുക്കണം. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കുറെ പ്രോട്ടോകോൾസ് കൊടുക്കണം. അതേമാതിരി തന്നെ അവിടമായി സംഭവങ്ങൾ കൊണ്ടുപോകാനല്ലേ, രോഗിയെ കൊണ്ടുപോകാനായിട്ടുള്ള കുറെ പ്രോട്ടോകോൾ ഉണ്ട്. അവരെ ഇങ്ങനെയാണെങ്കിലും നമുക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോകും, ഇങ്ങനെയാണെങ്കിലും വീൽ ചെയർ കൊണ്ടുപോകും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ അതെല്ലാം ഇവര് കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അതേമാതിരി തന്നെ നമ്മൾക്കറിയാം ഈ വ്യക്തിയുടെ നമ്മുടെ ലേബർ റൂമിലേക്ക്, അതായത് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ഈ കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടിയുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ വരെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ, അവരുടെ കവറിംഗ് പേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ് മോർട്ടം കെയർ,
ന്യൂ ബോൺ കെയർ. അപ്പൊ കുട്ടികൾക്കുമുള്ള കെയർ അങ്ങനെ അതിനും കുറെ നിർദ്ദേശങ്ങളുണ്ട് അല്ലെ. കുട്ടിക്കാണെങ്കിൽ നമ്മൾ ബർത്തിങ് വരെ നമ്മൾ എന്താണ് അവർക്കറിയാലേ ക്വാളിറ്റി അത് അടക്കം നമ്മളിക്കൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന് വരെ വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വരെ വാല്യൂ എന്നല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ മസ്റ്റ് ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതാണ്. അതിന്റെ കൂടി ഹോസ്പിറ്റലിന്റെ കൂടി ഒരു പങ്കാളിത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മസ്റ്റ് ആയിട്ട് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. പിന്നെയാണ് എന്താ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ ഉണ്ടായിരിക്കുന്ന വേറെ കുറെ ഡീറ്റെയിൽസ് ആണ് എന്താ അവരുടെ ടൂൾസിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇതുവരേക്കും അതായത് ലേബർ റൂമിന്റെ പ്രോട്ടോകോൾസിന്റെ ഈ ഭാഗം വരേക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈ ഭാഗം എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? ഇതും ഡിസ്കസ് ചെയ്യണോ? എന്താണ് റേഡിയന്റ് വാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ചൂട് കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെ. കുട്ടിക്ക് ചിലപ്പോൾ ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാനായിട്ട് ചിലപ്പോൾ ടൈം എടുക്കേണ്ടി വരും. അപ്പൊ ആ കുട്ടി ആ ടൈം എടുക്കുന്നത് വരേക്കും ചിലപ്പോൾ ചൂട് കൊടുക്കേണ്ടത് വരും. അത്തരത്തിലുള്ള മെഷീൻ അവിടെ ഉണ്ടായിരിക്കും. സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എപ്പോഴും അനുബന്ധമായ മെഷീൻസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ പെട്ടെന്ന് ഡോക്ടറിന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടിയുടെ അനക്കങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതാണ്. ടോക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഡെലിവറിക്ക് ശേഷം കുട്ടിയുടെ ബീറ്റിംഗ് ഒക്കെ ശരിയാണോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ടൂളാണ്. ഇത്തരത്തിലുള്ള ടൂൾസ് എല്ലാം അവിടെ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതായത് അതെല്ലാം ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം. സൈഡിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റൈഡ് ആണ് ആഫ്റ്റർ ഈച്ച് വാഷ് ഓരോ യൂസേജിന് ശേഷം അത് മസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഉണക്കി സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഓൾ ലേബർ റൂം എക്യുപ്മെന്റ്സ് മസ്റ്റ് ബി ഗുഡ് ഫംഗ്ഷനിങ്, അതെല്ലാം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇൻ കേസ് എന്തെങ്കിലും ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ യൂസേജ് അക്കോർഡിംഗ് ടു സ്റ്റാഫ്, അത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അത് ഉപയോഗിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാഫിന് കൊടുത്തിരിക്കണം എന്നാണ്. ഓക്കെയാണോ? ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ നമ്മുടെ ടൈം ഏതാണ്ട് ഓവറായി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ബാക്കിയാണ്. ഓക്കെ, ബൈ. ക്ലിയർ ആയില്ലേ? ചോദിച്ച വ്യക്തി പോയോ? ക്ലിയർ ആയോ? പ്രോട്ടോകോൾ ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ.